തിരുവനന്തപുരം ഡിവിഷന്റെ പക്കലുള്ള വന്ദേ ഭാരത് സ്പെയർ ട്രെയിൻ ഉപയോഗിച്ച് എറണാകുളം, ബംഗളൂരു, കോയമ്പത്തൂർ, തിരുവനന്തപുരം വന്ദേ ഭാരത് സർവീസുകൾ ഒന്നിന് സാധ്യതയുണ്ട്. കാസർഗോഡ് ട്രെയിൻ മംഗളൂരുവിലേക്ക് നീട്ടുന്നതോടെ ട്രെയിനിന്റെ തിരുവനന്തപുരത്തെ അറ്റകുറ്റപ്പണിയും അവിടേക്ക് മാറും. ഇതോടെ സ്പെയർ റേക്ക് ഇല്ലാതെ സർവീസ് നടത്താൻ കഴിയും. ഈ സാഹചര്യത്തിലാണ് തീരുമാനം. ആലപ്പുഴ വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് മംഗളൂരുവിലേക്ക് നീട്ടാൻ റെയിൽവേ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതിനൊപ്പം ഗോവയിൽ നിന്നുള്ള വന്ദേ ഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടാനും സാധ്യതയുണ്ട്. കേരളം ആദ്യം മുതൽ എറണാകുളം, ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണി സൗകര്യം ഇല്ലാതിരുന്നതിനാൽ പരിഗണിച്ചിരുന്നില്ല. ഇതിനുള്ള സാഹചര്യമാണ് മാറുന്നത്. വന്ദേ ഭാരത് അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ വൈദ്യുതീകരിച്ച പിറ്റ് ഐലൻഡ് എറണാകുളത്ത് വൈകാതെ കമ്മീഷൻ ചെയ്യും. ബംഗളൂരു സർവീസിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി ഹൈബി ഈഡൻ MP റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പുലർച്ചെ 5-ന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന തരത്തിൽ ട്രെയിൻ ഓടിക്കണമെന്നാണ് ആവശ്യം. ഇത് കേരളത്തിനേറെ ഗുണം ചെയ്യും. കോയമ്പത്തൂർ തിരുവനന്തപുരം വന്ദേ ഭാരതിനായി പാലക്കാട് MP VK ശ്രീകണ്ഠനും കോയമ്പത്തൂർ MLAയും മഹിളാ മോർച്ച ദേശീയ പ്രസിഡന്റുമായ വാനതി ശ്രീനിവാസനും റെയിൽവേ മന്ത്രിയെ കണ്ടിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുലർച്ചെ 3-ന് ഐലൻഡ് എക്സ്പ്രസ് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രതിദിന ട്രെയിൻ രാവിലെ 8-നുള്ള ശബരി എക്സ്പ്രസ് ആണ്. പാലക്കാടും തിരുവനന്തപുരവും വന്ദേ ഭാരതിൽ ബന്ധപ്പെടുത്തിയാൽ കേരളത്തിലെ എല്ലാ തീവണ്ടി പാതയിലൂടെയും വന്ദേ ഭാരത് ഓടുകയും ചെയ്യും. എന്നാൽ ബംഗളൂരു സർവീസിനോടാകും കേന്ദ്രം കൂടുതൽ താൽപര്യം കാട്ടുകയെന്ന് സൂചനയുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ഉടൻ തന്നെ തീരുമാനമെടുക്കും. പ്രധാനമന്ത്രി 27-ന് കേരളത്തിൽ എത്തുന്നുണ്ട്. അതിനു മുമ്പ് പ്രഖ്യാപനത്തിന് സാധ്യത കൂടുതലാണ്. അതേസമയം ആലപ്പുഴ വഴി തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് വരെ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗളൂരു വരെ നീട്ടി റെയിൽവേ ബോർഡ് ഉത്തരവിറക്കി. എന്നാൽ ഇത് എന്നു മുതൽ തുടങ്ങുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഏറ്റവും ഉചിതമായ സമയത്ത് ഇത് നടപ്പിലാക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് രാത്രി 12:40-നാണ് മംഗളൂരുവിൽ എത്തുക. രാവിലെ 6:15-ന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടും.